മുന്നോട്ട് കുതിക്കുന്ന കേരളത്തിന് വേണ്ടത് പുതിയ ആശയങ്ങളും നമ്മുടെ സാധ്യതകളെ പരമാവധി ഉപയോഗിക്കുന്ന ഭരണകൂടവുമാണ്. 2050ഓടെ പൂർണ്ണമായും കാർബൺ ന്യൂട്രൽ പദവി കൈവരിക്കാനും 2040ഓടെ 100% പുനരുപയോഗ ഊർജം ഉപയോഗിക്കുന്ന സംസ്ഥാനമായി മാറാനും ലക്ഷ്യമിടുന്ന കേരളത്തിൽ ഗ്രീൻ എനർജി മേഖലയിൽ വലിയ സാധ്യതകളാണുള്ളത്. പരമ്പരാഗത ജലവൈദ്യുത പദ്ധതികളെ മാത്രം ആശ്രയിച്ചിരുന്ന അവസ്ഥയിൽ നിന്ന് മാറി ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ വൈവിധ്യമാർന്ന ഹരിത ഊർജ സ്രോതസ്സുകൾ വികസിപ്പിക്കുകയാണ് ഇനി കേരളം ചെയ്യേണ്ടത്. കേരളത്തിലെ പ്രധാന ഗ്രീൻ എനർജി സാധ്യതകളും പുതിയ മുന്നേറ്റങ്ങളും നമുക്ക് നോക്കാം. സോളാർ എനർജി. കേരളത്തിൽ ഗ്രീൻ എനർജി മേഖലയിൽ ഏറ്റവും വലിയ മുന്നേറ്റം നടത്താൻ സാധിക്കുന്ന ഒന്നാണ് സൗരോർജം. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും ഉയർന്ന ജനസാന്ദ്രതയും കാരണം വലിയ തോതിലുള്ള സോളാർ പാനലുകൾ സ്ഥാപിക്കാൻ ഭൂമി കണ്ടെത്തുക എന്നത് കേരളത്തിൽ വലിയൊരു വെല്ലുവിളിയാണ്. അതിനാൽ ഈ പരിമിതികളെ മറികടക്കുന്ന തരത്തിലുള്ള സവിശേഷമായ സാധ്യതകളാണ് സംസ്ഥാനം പ്രയോജനപ്പെടുത്തേണ്ടത്. ഭൂമിയുടെ ലഭ്യതക്കുറവ് പരിഹരിക്കാൻ മേൽക്കൂരകൾ കേന്ദ്രീകരിച്ചുള്ള പദ്ധതികൾക്കാണ് ഇവിടെ മുൻഗണന. ഗാർഹിക സ്ഥാപന സോളാർ പാനലുകൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിജയസാധ്യതയുള്ളത് വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും മേൽക്കൂരകൾ കേന്ദ്രീകരിച്ചുള്ള സോളാർ പാനലുകൾക്കാണ്. അനർട്ടിന്റെ നേതൃത്വത്തിൽ വീടുകളിലും സർക്കാർ സ്ഥാപനങ്ങളിലും വ്യാപകമായി സോളാർ പാനലുകൾ സ്ഥാപിച്ചു വരുന്നു. ഇതുവഴി ഉപഭോക്താക്കൾക്ക് സ്വന്തമായി വൈദ്യുതി ഉത്പാദിപ്പിക്കാനും അധികം വരുന്ന വൈദ്യുതി ഗ്രിഡിലേക്ക് നൽകി വരുമാനമുണ്ടാക്കാനും സാധിക്കുന്നു. ഫ്ലോട്ടിംഗ് സോളാർ. വലിയ ജലാശയങ്ങളിലും അണക്കെട്ടുകളിലും ഫ്ലോട്ടിംഗ് സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നത് വഴി ഭൂമി കണ്ടെത്തുക എന്ന വെല്ലുവിളി ഒരു പരിധിവരെ മറികടക്കാൻ സാധിക്കും. ഡാമുകളിലും കായലുകളിലും വെള്ളത്തിന് മുകളിൽ ഫ്ലോട്ടിംഗ് സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നത് വഴി ഭൂമി ലാഭിക്കാൻ സാധിക്കും. ജലബാഷ്പീകരണം കുറയ്ക്കാനും പാനലുകളുടെ ചൂട് നിയന്ത്രിച്ച് കൂടുതൽ കാര്യക്ഷമമായി വൈദ്യുതി ഉത്പാദിപ്പിക്കാനും ഈ സാങ്കേതിക വിദ്യ സഹായിക്കുന്നു. സോളാർ അധിഷ്ഠിത ഗതാഗതം കേരളത്തിന്റെ പൊതുഗതാഗത സംവിധാനങ്ങളെ സോളാർ ഊർജത്തിലേക്ക് മാറ്റുന്നത് വലിയ സാധ്യതകളാണ് തുറന്നു നൽകുന്നത്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം ലോകത്തിലെ തന്നെ ആദ്യത്തെ പൂർണ്ണ സോളാർ അധിഷ്ഠിത വിമാനത്താവളമായി മാറി മാതൃക സൃഷ്ടിച്ചിട്ടുണ്ട്. ജലഗതാഗത മേഖലയിൽ ആദിത്യ പോലുള്ള സോളാർ ബോട്ടുകളുടെ വിജയം ഉൾനാടൻ ജലാശയങ്ങളിൽ കൂടുതൽ സോളാർ ബോട്ടുകൾ ഇറക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. കൃഷിഭൂമിയെ ബാധിക്കാത്ത രീതിയിൽ ഉയരത്തിൽ സോളാർ പാനലുകൾ സ്ഥാപിച്ച് താഴെ കൃഷി ചെയ്യുന്ന രീതിയുമുണ്ട്. കേരളം പോലുള്ള സ്ഥലങ്ങളിൽ ഒരേ ഭൂമി തന്നെ കൃഷിക്കും ഊർജ ഉത്പാദനത്തിനുമായി ഒരേ സമയം ഉപയോഗിക്കാൻ ഇത് സഹായിക്കും. കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും സമൃദ്ധമായ നദികളും കാരണം ഗ്രീൻ എനർജി മേഖലയിൽ ഏറ്റവും വലിയ പരമ്പരാഗത പങ്കുവഹിക്കുന്നത് ജലവൈദ്യുതിയാണ്. നിലവിൽ കേരളം ഉപയോഗിക്കുന്ന ആഭ്യന്തര ഊർജത്തിന്റെ സിംഹഭാഗവും വരുന്നത് ഇടുക്കി, ശബരിഗിരി തുടങ്ങിയ വൻകിട ജലവൈദ്യുത പദ്ധതികളിൽ നിന്നാണ്. എങ്കിലും മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥയും പരിസ്ഥിതി പ്രശ്നങ്ങളും കണക്കിലെടുക്കുമ്പോൾ കേരളത്തിൽ ഇനിയുള്ള ജലവൈദ്യുത സാധ്യതകൾ പ്രധാനമായും താഴെ പറയുന്ന മേഖലയിലാണ്. ചെറുകിട ജലവൈദ്യുത പദ്ധതികൾ. വൻകിട ഡാമുകൾ നിർമ്മിക്കുന്നത് പരിസ്ഥിതി ആഘാതവും ജനവാസ മേഖലകളെ ഒഴിപ്പിക്കലും ഉണ്ടാക്കുന്നതിനാൽ കേരളം ഇപ്പോൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ചെറുകിട പദ്ധതികൾക്കാണ്. 25 മെഗാവാട്ടിൽ താഴെ ശേഷിയുള്ള റൺ ഓഫ് ദി റിവർ പദ്ധതികൾ വലിയ തോതിൽ വെള്ളം കെട്ടി നിൽക്കാതെ തന്നെ ഒഴുക്കുള്ള നദികളിൽ നിന്നും തോടുകളിൽ നിന്നും വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ സഹായിക്കുന്നു. മലയോര മേഖലകളിലെ പ്രാദേശിക ഗ്രിഡുകളിലേക്ക് നേരിട്ട് വൈദ്യുതി എത്തിക്കാൻ ഇവയ്ക്ക് സാധിക്കും. പംപ്ഡ് സ്റ്റോറേജ് പദ്ധതികൾ. കേരളത്തിന്റെ ഭാവി ഊർജ സുരക്ഷയ്ക്ക് ഏറ്റവും അനുയോജ്യമായ സാങ്കേതിക വിദ്യയാണിത്. പകൽ സമയങ്ങളിൽ സോളാർ പാനലുകളിൽ നിന്ന് ലഭിക്കുന്ന അധിക വൈദ്യുതി ഉപയോഗിച്ച് താഴെയുള്ള ഡാമിലെ വെള്ളം മുകളിലെ ഡാമിലേക്ക് പമ്പ് ചെയ്ത് മാറ്റുന്നു. പിന്നീട് രാത്രി സമയങ്ങളിൽ ഈ വെള്ളം താഴേക്ക് ഒഴുക്കിവിട്ട് വീണ്ടും വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നു. ഇടുക്കി പോലുള്ള വലിയ ഡാമുകളിൽ ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കാനുള്ള ആലോചനകൾ പുരോഗമിക്കുന്നുണ്ട്. ഇത് ഗ്രിഡിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കും. ഇനി കാറ്റിൽ നിന്നുള്ള ഊർജ സാധ്യതകൾ നോക്കാം. തമിഴ്നാട്ടിലും മറ്റും പോകുമ്പോൾ കൂറ്റൻ കാറ്റാടി പാടങ്ങൾ കണ്ടിട്ടില്ലേ? കേരളത്തിലും ഇത് സാധ്യമാണ്. സംസ്ഥാനത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കാറ്റിൽ നിന്നുള്ള ഊർജ ഉത്പാദനത്തിന് അനുകൂലമാണ്. പാലക്കാട് ചുരം പോലുള്ള ഉയർന്ന പ്രദേശങ്ങളിലും ശക്തമായ കാറ്റ് ലഭിക്കുന്ന തീരപ്രദേശങ്ങളിലും കാറ്റാടിപ്പാടങ്ങൾ സ്ഥാപിച്ച് വൻതോതിൽ വൈദ്യുതി ഉത്പാദിപ്പിക്കാനുള്ള സാധ്യതകൾ മുന്നിലുണ്ട്. ഇടുക്കി, വയനാട് തുടങ്ങിയ ഉയർന്ന മലയോര മേഖലകളിൽ
വലിയ കാറ്റാടിപ്പാടങ്ങൾ സ്ഥാപിച്ച് കൂടുതൽ വൈദ്യുതി ഉത്പാദിപ്പിക്കാനുള്ള പഠനങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. കരഭൂമിയുടെ ലഭ്യതക്കുറവ് പരിഹരിക്കാൻ കേരളത്തിന് ഏറ്റവും അനുയോജ്യമായ ഒന്നാണ് കടലിൽ സ്ഥാപിക്കുന്ന വിൻഡ് മില്ലുകൾ. കേരളത്തിന് നീളമേറിയ തീരപ്രദേശമുള്ളതിനാൽ കടലിൽ കാറ്റിന്റെ വേഗത വളരെ കൂടുതലായിരിക്കും. കടൽ തീരത്ത് നിന്ന് ഏതാനും കിലോമീറ്ററുകൾ മാറി ആഴക്കടലിൽ ഫ്ലോട്ടിംഗ് വിൻഡ് മില്ലുകൾ സ്ഥാപിക്കുന്നത് വഴി വലിയ തോതിൽ പരിസ്ഥിതി സൗഹൃദ ഊർജം ഉത്പാദിപ്പിക്കാം. എങ്കിലും മറ്റു സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ കരയിലെ സ്ഥലപരിമിതി കേരളത്തിന് വെല്ലുവിളി തന്നെയാണെന്ന് പറയണം. ചെറിയ മില്ലുകളാകും നമുക്ക് നല്ലത്. പുതിയ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ കുറഞ്ഞ കാറ്റിൽ പോലും പ്രവർത്തിക്കുന്ന വിൻഡ് ടർബൈനുകൾ സ്ഥാപിക്കുന്നത് കേരളത്തിന് കൂടുതൽ ഗുണകരമാകും. ഗ്രീൻ ഹൈഡ്രജൻ സാധ്യതകൾ നോക്കാം. ഭാവിയുടെ ഇന്ധനമെന്ന് വിളിക്കപ്പെടുന്ന ഹരിത ഹൈഡ്രജൻ ഉത്പാദനത്തിൽ വലിയ ചുവടുവെപ്പുകളാണ് കേരളം നടത്തുന്നത്. കൊച്ചി കേന്ദ്രീകരിച്ച് വിഭാവനം ചെയ്തിട്ടുള്ള ഗ്രീൻ ഹൈഡ്രജൻ വാലി പദ്ധതി ലോക സാമ്പത്തിക ഫോറത്തിന്റെ പ്രധാന വ്യവസായ ക്ലസ്റ്ററുകളിൽ ഇടം നേടിയിട്ടുണ്ട്. ബഡ്ജറ്റിലും ഇതിനായി നീക്കിയിരിപ്പുണ്ട്. കേരളത്തെ ഒരു പ്രധാന ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബാക്കി മാറ്റുന്നതിന് 100 കോടി രൂപയാണ് സർക്കാർ വകയിരുത്തിയിരിക്കുന്നത്. വ്യവസായങ്ങൾക്കും ഗതാഗത മേഖലകൾക്കുമായി ഗ്രീൻ അമോണിയ, ഗ്രീൻ മെത്തനോൾ എന്നിവ ഉത്പാദിപ്പിക്കാൻ ഇത് സഹായിക്കും. ബയോ എനർജി സാധ്യതകൾ. നാട്ടിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ജൈവമാലിന്യ സാന്നിധ്യം ഊർജമാക്കി മാറ്റാൻ ബയോ എനർജി പ്ലാന്റുകൾക്ക് സാധിക്കും. WRI ഇന്ത്യയുടെ പഠനങ്ങൾ പ്രകാരം കേരളത്തിൽ ഏകദേശം 778.41 മെഗാവാട്ട് ബയോ എനർജി സാധ്യതകളുണ്ട്. ജൈവമാലിന്യങ്ങൾ സംസ്കരിച്ച് ബയോ CNG, വൈദ്യുതി എന്നിവ ഉത്പാദിപ്പിക്കുന്ന പ്ലാന്റുകൾ സ്ഥാപിക്കുന്നത് വഴി ഒരേ സമയം മാലിന്യ പ്രശ്നത്തിന് പരിഹാരവും ഹരിത ഊർജ ലഭ്യതയും ഉറപ്പാക്കാം. ഇന്ത്യയിൽ തന്നെ വേവ് എനർജി പരീക്ഷണങ്ങൾക്ക് തുടക്കം കുറിച്ച സംസ്ഥാനത്തിൽ ഒന്നാണ് കേരളം. വിഴിഞ്ഞത്ത് സാധ്യത പഠനങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. കേരളത്തിന്റെ 590 കിലോമീറ്ററോളം നീളമുള്ള വിശാലമായ തീരപ്രദേശം കണക്കിലെടുക്കുമ്പോൾ വേവ് എനർജി വലിയ സാധ്യതകളുള്ള ഒരു മേഖലയാണ്. വിൻഡ് സോളാർ ഊർജങ്ങളെ പോലെ തന്നെ പ്രകൃതിദത്തവും മലിനീകരണമില്ലാത്തതുമായ ഇത് നമുക്ക് പ്രയോജനപ്പെടുത്താം. കേരളത്തിന്റെ തെക്കൻ തീരപ്രദേശങ്ങളിലാണ് വേവ് എനർജിക്ക് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. വിഴിഞ്ഞം, പൂവാർ തുടങ്ങിയ പ്രദേശങ്ങളിൽ ശക്തമായ തിരമാലകൾ ലഭ്യമാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ സാന്നിധ്യവും ഇവിടത്തെ ആഴക്കടൽ സാധ്യതകളും വേവ് എനർജി പ്ലാന്റുകൾക്ക് അനുയോജ്യമാണ്. കാലവർഷ സമയങ്ങളിൽ കേരള തീരത്ത് തിരമാലകളുടെ ശക്തിയും ഉയരവും വളരെ കൂടുതലായതിനാൽ ഈ സമയത്ത് വൻതോതിൽ വൈദ്യുതി ഉത്പാദിപ്പിക്കാനും കഴിയും. ആഴക്കടലിൽ സ്ഥാപിക്കുന്ന കാറ്റാടി യന്ത്രങ്ങളോടൊപ്പം വേവ് എനർജി സംവിധാനങ്ങൾ കൂടി സംയോജിപ്പിക്കുന്നത് വഴി ഇരട്ടി പ്രയോജനം ലഭിക്കും. കടലിലെ ഒരേ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് കാറ്റിൽ നിന്നും തിരമാലകളിൽ നിന്നും ഒരേ സമയം വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ ഇത് സഹായിക്കും. സ്ഥലപരിമിതിയുള്ള കേരളത്തിന് ഏറ്റവും അനുയോജ്യമായ ഒന്നാണിത്. നിർമ്മാണ ചെലവാണ് ഈ മേഖലയിലെ വെല്ലുവിളി. ഇനി കേരളത്തിന് മുന്നിലെ വെല്ലുവിളികളും മുന്നോട്ടുള്ള വഴികളും നോക്കാം. കേരളത്തിൽ മഴയുടെ പാറ്റേണിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. പെട്ടെന്നുണ്ടാകുന്ന പ്രളയവും നീണ്ടു നിൽക്കുന്ന വരൾച്ചയും ജലവൈദ്യുത പദ്ധതികളുടെ വാർഷിക ഉത്പാദനത്തെ ബാധിക്കുന്നുണ്ട്. അതിനാൽ എക്കാലവും ഇതിനെ മാത്രം ആശ്രയിച്ച് മുന്നോട്ടു പോകാനാവില്ല. കേരളത്തിൽ ഗ്രീൻ എനർജിക്ക് വലിയ സാധ്യതകൾ ഉണ്ടെങ്കിലും ഭൂമിയുടെ ലഭ്യതക്കുറവും ഉയർന്ന പ്രാരംഭ നിക്ഷേപ ചെലവുകളും ചില വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. എന്നാൽ പരിസ്ഥിതി സൗഹൃദപരമായ നഗരവികസനവും ഗ്രീൻ എനർജി ഇടനാഴികളും യാഥാർത്ഥ്യമാകുന്നതോടെ ഈ വെല്ലുവിളികളെ മറികടക്കാൻ സാധിക്കും. സമീപകാലത്തെ ഭൂനിയമങ്ങളിലെ ഭേദഗതികളും റിന്യൂവബിൾ എനർജി മേഖലയിലേക്ക് വലിയ ആങ്കർ നിക്ഷേപകരെ ആകർഷിക്കാൻ സഹായിക്കുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. സുസ്ഥിര വികസനവും പ്രകൃതി സംരക്ഷണവും ഒത്തുപോകുന്ന ഒരു മാതൃക ഗ്രീൻ സ്റ്റേറ്റായി മാറാനുള്ള യാത്രയിലാണ് ഇന്ന് കേരളം.